ഈ പറഞ്ഞതായ സഭകളുടെ എല്ലാം നശീകരണത്തിന് അവൾ കാരണമായി തീർന്നു. അത് മാത്രമല്ല, 40 വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു ജോലി കിട്ടി. അനേകം വിച്ചസിനെ അല്ലെങ്കിൽ മന്ത്രവാദിനികളെയും ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള അത്രത്തോളം നമ്മൾ വളർന്നു. സ്തോത്രം. മന്ത്രവാദികളെ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക്. അവിടെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൽ നിന്നും ആരെങ്കിലും സ്വപ്നം കാണുന്നെങ്കിൽ, ദൈവിക ദർശനങ്ങൾ പ്രാപിക്കുന്നെങ്കിൽ, ഒന്നിൽ അതിനെ കൺഫ്യൂസ് ചെയ്യിക്കുക, അല്ലെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യിക്കുക, കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക, പിന്നെ ഒന്നും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാതിരിക്കുക, അവരെ പോലും സംശയം ഉണ്ടാകാത്ത രീതിയിൽ ക്ലോസ് ചെയ്യിക്കുക. സ്തോത്രം. ഇങ്ങനെയുള്ളതായ ദൈവത്തിൽ നിന്നുള്ള ക്ലിയർ വിഷൻസ് ഒന്നും കിട്ടാതിരിക്കത്തക്കവണ്ണം, ഒന്നും പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം അവരെ അങ്ങ് ഡള്ളാക്കി, അവരെ ഒന്നുമല്ലാതാക്കി, ഉണങ്ങി വരണ്ട ഒന്നാക്കി തീർക്കുക. ഇതായിരുന്നു അവളുടെ പരിപാടി. അതിനുവേണ്ടി അവൾ അസൈൻ ചെയ്യപ്പെട്ടു. അവളുടെ ഏറ്റവും വലിയ ഉന്നത അധികാരികൾ അവരെ അതിനുവേണ്ടി ആ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അവളെ ഏൽപ്പിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്നവർക്ക് എന്തോ ഒരു കവറിങ് മണ്ടം കിടക്കുന്നത് പോലെ കാണത്തുള്ളൂ. ഒന്നും കാണത്തില്ല. ഒരു വിഷനുമില്ല, ഒരു വെളിപ്പാടുമില്ല, ഒരു ദർശനവുമില്ല, ഒരു സ്വപ്നവുമില്ല, ഒന്നുമില്ല. ഈ ബ്ലോക്കേജിനകത്ത് അവരിങ്ങനെ അമർന്നിരുന്ന് പോകും. ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി അവൾ പറഞ്ഞത്, ഇവൾ അതിനുവേണ്ടി ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ഒരു ഭാഗം മാത്രമേ അവളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതിനകത്ത് ഒരു ഭയങ്കര സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അവൾ പറഞ്ഞൊരു കാര്യം, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആർക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവരുടെ ബെഡ്റൂം. ഈ ബെഡ്റൂമിനകത്ത് ചില ഓബ്ജക്റ്റുകൾ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ചില ഓബ്ജക്റ്റുകളുണ്ട്. അതൊരു മനുഷ്യനും മനസ്സിലാകത്തില്ല. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, സംശയം തോന്നത്തില്ല. അതുകൊണ്ടാണ്. അതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരെ കളിയാക്കി വിടത്തേ ഉള്ളൂ. എത്ര വലിയ ആത്മീയരായെങ്കിലും തല കുത്തിയിരുന്നിരിക്കും. അങ്ങനെയുള്ളതായ സാധനങ്ങൾ അവരുടെ ഓബ്ജക്റ്റിൽ, അവരുടെ മുറിയിൽ തന്നെ അവരാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സാത്താൻ കൊണ്ടിരുന്നതല്ല, സാത്താൻ ഏജന്റുമാരും കൊണ്ടിരുന്നതൊന്നുമല്ല, ഇവർ തന്നെ കൊണ്ടുത്തരി വെക്കുന്നതാണ്. അതിനകത്തൂടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സ്തോത്രം. ഈ കിടക്കമുറി എന്ന് പറയുന്നത്, അവൾ പറയുന്നതനുസരിച്ച് സാധാരണ ഒരു കട്ടിലും ആളുകൾ കിടന്നുറങ്ങുന്ന സ്ഥലവും മാത്രമല്ല. ഒരു ദൈവപൈതൻ്റെ കിടക്കമുറി എന്ന് പറഞ്ഞാൽ അത് ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു ചേംബറാണ്, ഒരു ഇന്നർ ചേംബറാണ്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മുറി മാത്രമല്ല, കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന കർത്താവ് എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങിയാൽ സ്വർഗം തുറക്കും. വിഷൻസ് ഓപ്പണാണ്. പ്രത്യേക സമയങ്ങളിൽ, ആ മണിക്കൂറുകളിൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചല്ലോ, ആ വെളിപ്പൻ കാലത്ത്, ആ സമയത്ത്, അങ്ങനെയുള്ള ടൈമിലൊക്കെ കർത്താവ് സംസാരിക്കും. റെവലേഷൻസ്, ഡ്രീംസും കൊടുക്കും. ഇത് കൃത്യമായി ആ സാത്താന്യ മേഖലകളെ തകർക്കുന്നതും ദൈവസഭയ്ക്ക് വിടുതൽ കിട്ടുന്നതുമായ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് അതിനെയെല്ലാം ബ്ലോക്ക് ചെയ്യാമെങ്കിൽ വിജയകരമായിട്ട് അവരുടെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അവർ കണ്ടുപിടിച്ചു. അതുകൊണ്ട് പ്രൊഫറ്റിക് ആയിട്ടുള്ള എല്ലാ റെവലേഷൻസും ആ കിടക്കമുറിയിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അവരുടെ ഉറക്കത്തിൽ, അവരുടെ പ്രാർത്ഥനയിൽ, അവരുടെ കരച്ചിൽ, അവരുടെ കണ്ണുനീരുകളിൽ ഒക്കെയാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഹെവൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള മാർഗം എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ കണ്ടുപിടിച്ചൊരു കാര്യം, ഒന്നാമത്തെ കാര്യം, ഒരു കണ്ണാടിയുണ്ട്, നിലക്കണ്ണാടി, മിറർ. സ്തോത്രം. ഒരു ഉദാഹരണം അവർ പറയാനിടയായി തീർന്നു. അതൊരു പവർഫുൾ വെപ്പണാണ് ഞങ്ങളുടെ. അവർ പറയുക, കണ്ണാടി നോക്കാതെ ആൾക്കാരെല്ലാം ഉണ്ടോ? അയ്യോ, ഇത് കേട്ട ആരും പോയി കണ്ണാടി തല്ലി പൊട്ടിക്കരുത്. നമ്മുടെ വീട്ടിൽ കണ്ണാടി അത്യാവശ്യമാണ്. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞ, ആദ്യം കേൾക്കുന്നുണ്ട് നമുക്ക് തന്നെ തമാശ തോന്നും. അതുകൊണ്ട് കണ്ണാടിയെല്ലാം കൂടെ തല്ലി പൊട്ടിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അവർ പറഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ഒരു ക്ലീൻ സർഫേസ്, നിങ്ങളുടെ ഇമേജ് നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അത്രേ നിങ്ങൾക്കറിയത്തുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അത് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതിൻ്റെ പുറകിൽ ഒരു ലോകമുണ്ട്. ഞങ്ങൾ നിങ്ങളെ മാച്ച് ചെയ്യാൻ വേണ്ടി ഒരു മോണിറ്ററിങ് സ്പിരിറ്റിനെ അവിടെ വെച്ചാൽ ഈ കണ്ണാടിയിലൂടെ നിങ്ങളെ മുഴുവൻ വാച്ച് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ലോകം ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും. സ്ക്രീൻ പോലെ. ഞാൻ ഉദാഹരണം പറയാം. ഇത് പറയുമ്പോൾ അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഉദാഹരണം പറയാം. ഈ
സൂം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന പിള്ളേരുണ്ട്. അവരിങ്ങനെ സൂം ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നോക്കുന്നുണ്ട് എന്താണ്, കുറേ പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കുന്നു, ടീച്ചർ ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇവരിപ്പുണ്ട്. അതിന് പുറകെ കൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെയും കാണും, വീട്ടിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് കാണും. കാരണം എന്താ, അത് ഓണാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ക്യാമറ റൂമിനകത്ത് എത്രയും കിട്ടുമോ അത്രയും ഏരിയ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം മനസ്സിലായി? പോരാ, ഓഫ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ പോലും ഇപ്പോഴത്തെ സൂപ്പർ കമ്പ്യൂട്ടറും ക്യാമറയും വേണ്ട, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റുന്ന നമ്മുടെ മൊബൈൽ, നമ്മളിപ്പം ചൂടായിട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതി. ദേഷ്യം വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും വിളിച്ച് പറയുന്ന കാര്യങ്ങൾ അത് പിടിച്ചെടുത്ത് വെച്ച് ചാറ്റ് GTP-ക്കകത്തോടെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും. കുറച്ച് മുമ്പേ ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇതിൻ്റെ ബാക്കി അതിനകത്തോട് വന്നു, അതിൻ്റെ മറുപടി പോരെ. ഈ കാലമാണ്. അങ്ങനെയാണ് സയൻസ് വളർന്നിട്ടുണ്ടെങ്കിൽ സാത്താൻ എത്ര അധികം മനസ്സിലായിട്ടുണ്ട്. സ്തോത്രം. അവന് കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല. അവൻ നമ്മുടെ വീടിനകത്ത് ഏതെങ്കിലും സാധനം കിട്ടിയാൽ മതി. ഒരു ഉദാഹരണം അവർ പറയുന്നുണ്ട്. ആമേൻ. ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു സഹോദരി, സിസ്റ്റർ ബ്ലെസ്സിങ്, നൈജീരിയയിൽ തന്നെ ഉണ്ടായിരുന്നൊരു സഹോദരിയാണ്. അവർ നല്ലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നൊരു ദൈവദാസിയാണ്. അവരുടെ ശുശ്രൂഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ വിഷൻസാണ്. മമ്മ വിഷൻ എന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. മമ്മ വിഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ദർശനത്തിൻ്റെ ദർശനമാണ് ദൈവം അവർക്ക് കൊടുത്തിരുന്നത്. ഒരാൾ പ്രശ്നമുണ്ടായി അവരുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒന്നിൽ അവർ പ്രാർത്ഥിച്ച് കുറേ മണിക്കൂറിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷൻ കിട്ടും. അതല്ലെങ്കിൽ അന്ന് രാത്രി ആ വ്യക്തി അവിടെ താമസിക്കാൻ പറയും. ശമൂവേൽ പ്രവാചകനൊക്കെ ചെയ്ത പോലെ അന്ന് രാത്രി ഇരുന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ചെത്തി കിടന്നുറങ്ങും. അന്ന് രാത്രി ക്ലിയർ ആയിട്ട് എന്താണ് ഇവരുടെ ജീവിതത്തിൽ പറ്റിയത്, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്, ക്ലിയർ പിക്ചർ ദൈവം അവർക്ക് കൊടുക്കും. ഇങ്ങനെ ആ കുരുക്കഴിഞ്ഞവർ പുറത്ത് വരുമായിരുന്നു. ഇങ്ങനെ അനേകം രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം ഈ കാര്യം സാത്താന്യ മേഖല അറിഞ്ഞു. അവർ പറഞ്ഞടാ, നമ്മൾ കുറേ നാൾ കൊണ്ട് ബന്ധിച്ച് വെച്ചിരുന്നതായ ചിലതിൻ്റെ കുരുക്കഴിച്ചിരിക്കുന്നു. എങ്ങനെ, ആരാണ് ഇതിൻ്റെ പുറകിൽ അന്വേഷിച്ചപ്പം ബ്ലെസ്സിങ് എന്ന് പറയുന്ന സഹോദരിയാണെന്ന് പിടികിട്ടി. അവരെ ലൊക്കേറ്റ് ചെയ്തു. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിനക്ക് ഒരു അസൈൻമെൻറ്റ് തരിക. മുമ്പേ പറഞ്ഞ നമ്മുടെ വിച്ചുണ്ടല്ലോ, ആമേൻ, ആ സഹോദരിയോട് പറഞ്ഞു, നിനക്ക് അസൈൻമെൻറ്റ് തരികയാണ്, നീ അവളെ ബന്ധിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോണം, നിനക്ക് സമയം തന്നിരിക്കുക. ഹല്ലേലൂയ. അവസാനം ഇവള് അത് ഏറ്റെടുത്തു, ആ വെല്ലുവിളി ഏറ്റെടുത്തു. നമുക്ക് മനസ്സിലായി അനേകം ദൈവദാസന്മാരെയും സഭകളെയും ദൈവമക്കളെയും രക്ഷപ്പെടുത്തിയതായ ഒരു സഹോദരിയാണ്. ആക്സിഡൻറ്റുകളിൽ നിന്ന് പ്രാർത്ഥിച്ച് അവൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം ആമേൻ, സഭയിൽ വരാൻ പോകുന്ന ദൈവദാസന്മാർക്ക് വരാൻ പോകുന്ന ഓരോ ആക്സിഡൻ്റ് അവൾ വിളിച്ച് പറയും. അത് വ്യക്തമായ ഡേറ്റ് സഹിതം ഇങ്ങനെ സംഭവിക്കാൻ പോകുമെന്ന് പറയും. അവർ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും, പൂസിക്കും, ആ കെട്ടഴിയും. കണ്ണിൽ കൊള്ളേണ്ടത് പുരിയത്ത് കൊണ്ട് മാറിയെന്ന് പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങൾക്കകത്തുനിന്ന് ഒഴിവായി പോകുന്നവർ കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ട് അവർ ചിന്തിച്ചു, ഇങ്ങനെ ഞങ്ങൾ അയച്ചു വിടുന്ന സാധനം എങ്ങും വേശുന്നില്ല, കാരണം ഈ സഹോദരിയാണ്, അതുകൊണ്ട് നീ ഇവളെ ഒന്ന് ബന്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അസൈൻമെൻറ്റ് കൊടുത്തു. ഇവൾ പോയിരുന്നുണ്ട് ചിന്തിച്ചു, എടാ, ഇത്രയും വലിയ ഡീപ്പായിട്ട് വെളിപ്പാടുള്ള ഒരു സഹോദരി നേരെ ഞാൻ കടന്നു ചെന്നാൽ എന്നെ അന്നേരം തന്നെ അറ്റാക്ക് ചെയ്യും, അടി അന്നേരം കിട്ടും. അതുകൊണ്ട് ഇവൾ മറഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. കേട്ടോണം. സ്തോത്രം. ഇവളൊരു കുറേ നാളുകൾ എടുക്കാൻ തീരുമാനിച്ചു. ഇതെങ്ങനെയാണ് ഈ സഹോദരിയുടെ റുട്ടീൻ എന്തൊക്കെയാണ്, ജീവിത ശൈലി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു മോണിറ്ററിങ് സ്പിരിറ്റിനെ അയച്ചു. ആ സ്പിരിറ്റ് എന്ന് എല്ലാം മാച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇവളെ ക്ലോസ്ലി മാച്ച് ചെയ്യാൻ ഈ വീട്ടിനകത്ത് ചെന്നിട്ട്, അവൾ താമസിക്കുന്ന വീട്ടിനകത്ത് മുറിക്കകത്ത് ഈ സ്പിരിറ്റ് വന്നിട്ട് എല്ലാം നോക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് ഇവൾ പ്രൈവറ്റായിട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് ഇവളെ പിടിക്കാൻ പറ്റുന്നത്, ഇവളുടെ റുട്ടീൻ, ജീവിതത്തിലെ റുട്ടീൻ എന്താണ്, എങ്ങനെ ഇവളെ ബന്ധിക്കാൻ കഴിയും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവിടെ ഒരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടി എന്ന് പറയുന്നത് വെറും ഒരു കണ്ണാടിയല്ല, വളരെ ഒരു 6 അടി ഉയരമുള്ളൊരു നല്ലൊരു കണ്ണാടിയാണ്. അവളുടെ അമ്മ അവളുടെ വിവാഹത്തിൻ്റെ സമയത്ത് തന്നെ 30 വർഷത്തിന് മുമ്പ് കൊടുത്തതായ ഒരു കണ്ണാടിയാണ്. അത് വളരെ പഴക്കം ചെന്നൊരു കണ്ണാടിയാണ്, അവരുടെ കുടുംബത്തിൽ ഇരുന്നൊരു കണ്ണാടിയാണ്. ആ നല്ലവണ്ണം കാർവ് ചെയ്തിരിക്കുന്ന തടിയിൽ
ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു നല്ല മനോഹരമായ ഒരു കണ്ണാടി. ആ കണ്ണാടി അവളുടെ അമ്മ കൊടുത്തതാണ്. ആ അമ്മ അവൾക്ക് ആ കണ്ണാടി കൊടുക്കുന്നതിന് മുമ്പ് ഇതേ കണ്ണാടി സാത്താന് വേണ്ടി സമർപ്പിക്കപ്പെട്ട കണ്ണാടിയായിരുന്നു. അതവർ കണ്ടുപിടിച്ചു. ഹിസ്റ്ററി അറിയാവുന്ന സാത്താനെ, സ്തോത്രം, അത് കണ്ടുപിടിച്ചു. ഉടനെ പറഞ്ഞു, നമുക്കൊരു പോർട്ടൽ കിട്ടിയിരിക്കുന്നു, വണ്ടർഫുൾ. അതെ, അത് നോക്കണമല്ലോ, എന്തെങ്ങനെയാ പ്രവർത്തിക്കുന്നത് കാണുമല്ലോ. അതുകൊണ്ട് ഈ കണ്ണാടിയിലൂടെ ഒരു സ്പിരിറ്റിനെ അയച്ചിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ആ പോർട്ടൽ ഉപയോഗിച്ച് നമുക്ക് കാണാം, വാച്ച് ചെയ്യുക, അവൾ എന്തെല്ലാം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലമുടി നന്നാക്കുന്നു, ശരിയാകുന്നു, മുഖമൊക്കെ വൃത്തിയാക്കുന്നു, എല്ലാം കണ്ണാടി മുമ്പിലാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, അതിനൊന്നും പിടിക്കാനൊക്കത്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പോകുന്നു, ജോലിയെല്ലാം ചെയ്യുന്നു, പാട്ട് പാടുന്നു, ആരാധിക്കുന്നു, എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്നു, വന്ന് പ്രാർത്ഥിച്ച് കട്ടിലേക്ക് കയറി കിടക്കുന്നു. ഇങ്ങനെ കുറച്ചു നാളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്, എന്തെല്ലാമാണ് പറയുന്നത്, ഫോണിലൂടെ എന്തെല്ലാം പറയുന്നു, എന്തെല്ലാമാണ് ഇവിടെ പ്രതികരണങ്ങൾ, എപ്പോഴാണ് ഇവിടെ മൂഡ് ചേഞ്ച് ചെയ്യുന്നത്, എല്ലാം ലിസ്റ്റ് എടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് അതിന് കുറേ ദിവസങ്ങളെടുത്തു, 3 മാസത്തോളം എടുത്തു. സ്റ്റഡി ചെയ്യുക, ഡീപ്പ് സ്റ്റഡി നടത്തുക, എങ്ങനെ ഇവളെ ബന്ധിക്കാൻ കഴിയും. അവസാനം ആമേൻ ഈ സാത്താൻ തീരുമാനിച്ചു, സാത്താനിലൂടെ തീരുമാനിച്ചു, ഇവൾ ഈ മുറിക്കകത്തിരുന്നുകൊണ്ടാണ് പ്രൊഫറ്റിക് അട്രൻസസ് ഒക്കെ വിളിച്ചു പറയുന്നതും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതും റെവലേഷൻ കിട്ടുന്നതും. ഇവയ്ക്ക് ഈ റെവലേഷൻ കിട്ടുന്നൊരു ടൈമുണ്ട് രാത്രിയിൽ. നമ്മൾ പ്രാർത്ഥിച്ചു കിടന്നുറങ്ങുമ്പോൾ ഇവിടെ രാത്രിയിൽ ഇങ്ങനെ ദർശനം കർത്താവ് കൊടുക്കും. അതുകൊണ്ട് അത് ആദ്യം കട്ട് ചെയ്യാൻ തീരുമാനിച്ചു, കൺഫ്യൂസ് ചെയ്യാൻ ആദ്യം തീരുമാനിച്ചു. സ്പിരിറ്റിനെ അയച്ചു, അടുത്തൊരു സ്പിരിറ്റ്. ഇതിന് ഓരോന്നിനും ഓരോ സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് വന്നിട്ട് രാത്രിയിൽ ഇവൾ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ വരുന്നതായ വെളിപ്പാടുകൾ, സ്വപ്നങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, കൈകാര്യം ചെയ്ത് തിരിച്ചു മറിക്കാൻ തീരുമാനിച്ചു. നേരെ ദൈവം സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ അടുക്കൽ വരുമ്പം ഇത് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല, അത് വേറെ എന്തെങ്കിലും ആയിപ്പോവും. രാവിലെ എഴുന്നേൽക്കുമ്പം എന്താ മീനിങ് ഇല്ലാത്തതായ കുറേ കാര്യങ്ങൾ കാണുന്നു. ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ അതുപോലെ തിരിച്ച് അവിടെ അടുക്കൽ വരുന്നു, പക്ഷെ അവർക്ക് കൊടുക്കാൻ ഒരു നല്ല മെസ്സേജ് അവിടെ കയ്യിലില്ലാതെ പോകുന്നു. വളരെ പ്രയാസമായി. സ്തോത്രം. ചില ദിവസങ്ങളൊക്കെ ദർശനങ്ങൾ ക്ലാരിറ്റി ഇല്ല, മറ്റേതെങ്കിലും പേരുകളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുന്നവരെ കാണുന്ന അടുത്തും പോകുന്നതും കാണുന്നില്ല, വേഗമായിട്ടാണ് കാണുന്നത്, എന്താണെന്ന് അറിയത്തില്ല. സ്തോത്രം. ആദ്യം കയറി പിടിച്ചത് അവിടെ വിഷൻസിനെ കയറി പിടിച്ചു. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. സ്തോത്രം. അപ്പൊ അതിൽ കയറി പിടിച്ചു. ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് പിന്നെ പതുക്കെ അങ്ങ് ലോക്ക് ചെയ്തു. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ചിന്ത കൊടുത്തു, നീ ശരീരം ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ടാണ്, നീ ജോലി ചെയ്ത് വളരെ ക്ഷീണതയാണ്, അതുകൊണ്ടാണ് നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉറക്കം വരുന്നത്, അത് സാരമില്ല, കുഴപ്പമില്ല, ഇങ്ങനെ ചിന്ത ഇട്ട് കൊടുത്തു. അപ്പോൾ അവളും വിചാരിച്ചു, സാരി അങ്ങനെ ആയിരിക്കും, ഞാൻ ഈ ഇടയ്ക്ക് ഇച്ചിരി ടെൻഷൻ പിടിച്ച പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരുന്നത് കൊണ്ടാണ്, സാരമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അവളുടെ ഭർത്താവ് പറഞ്ഞു, ബ്ലെസ്സിങ്, നീ ഈയിടെയായിട്ട് ഒരു ദർശനവും വെളിപ്പാടും ഒന്നും എന്നോട് പറയുന്നില്ലല്ലോ, സഭയോട് പറയുന്നില്ലല്ലോ, എന്തോ കുഴപ്പമുണ്ടല്ലോ. അത് ദൈവം മിണ്ടാതിരിക്കുന്ന കാലഘട്ടമായിരിക്കുമെന്ന് അവൾ പറഞ്ഞെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയം വീണു. എന്നോട് വർഷങ്ങളായി ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നതാ, ഒരു ദിവസം പോലും മിണ്ടാതിരുന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. എന്താണെന്ന് അറിയത്തില്ല. സംഭവിക്കുന്ന പതിയെ ഈ വിഷൻസ് മുഴുവനും കട്ടാക്കി. ദൈവം കൊടുക്കുന്ന വാണിങ് ഇവിടെ അടുക്കൽ വരത്തില്ല, കട്ട് ചെയ്യുക. നമുക്കറിയാം, പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അയച്ചു കൊടുക്കപ്പെട്ടതായ വിടുതലിൻ്റെ ദൂത് ദാനിയേലിൻ്റെ അടുക്കൽ വരാതെ വണ്ണം തടഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിനുവേണ്ടി അവൻ ഇരുന്നത് കൊണ്ട് ദൈവം ആമേൻ മറ്റൊരു ദൂതനെ, ശക്തിയേറിയ മീഖായേലിനെ അയച്ചു. ആമേൻ. ഇരുന്നില്ലായിരുന്നെങ്കിലോ, അങ്ങനെ ചെയ്തില്ലെങ്കിലോ എന്ത് സംഭവിക്കും? ആരും വരത്തില്ല, ഒരു ദൂതനും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ വരത്തില്ല. നാളുകൾ മുമ്പോട്ട് പോയി കട്ടത്തിലായിപ്പോയനെ. ഇവൾക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് അവൾ ചിന്തിച്ചു, സാരമില്ലായിരിക്കും. ആമേൻ, എനിക്കെന്തെങ്കിലും വേറെ പ്രശ്നമുണ്ടോ, ഉറക്കത്തിൻ്റെ വല്ലതും പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടി അവൾ ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പറഞ്ഞു, നീ എല്ലാം പെർഫെക്റ്റ് ആയിക്കോളാൻ പറഞ്ഞു. തലവേദന ആരംഭിച്ചു, ശക്തമായ തലവേദന, ദേഹത്തൊക്കെ വേദന, എന്താണെന്നറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്നുണ്ടേ വീട്ടിലെ ഓരോരോ അനർത്ഥങ്ങൾ അങ്ങോട്ട് തുടങ്ങി, ഓരോരുത്തർക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ദൈവം സംസാരിക്കുന്നില്ല. ഇതൊക്കെ വരുന്നതിന് മുമ്പേ ആഴ്ചകൾ, മാസങ്ങൾക്ക് മുമ്പ് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നതാ, ഇപ്പൊ സംസാരിക്കുന്നില്ല. ഇതെല്ലാം കണ്ടവൾ വളരെ വിഷമത്തിലായി, ഭാരത്തിലായി, നിരാശയായി.
ആമേൻ. ഇങ്ങനെ വല്ലാത്ത ആത്മീയമായി പ്രാർത്ഥിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന സീലിംഗെ തട്ടിയിട്ട് തിരിച്ചു വരുന്നവന് തോന്നുക, അങ്ങോട്ട് പോകുന്നതായിട്ട് തോന്നുന്നില്ല, ദൈവം കേൾക്കുന്നതായിട്ട് തോന്നുന്നില്ല, എന്തോ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുക. അങ്ങനെ പെതുക്കെ അവിടെ ക്ലോസ്ഡ് ആയി. പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു, ആരാധിക്കാൻ പറ്റുന്നില്ല, സന്തോഷമില്ല. അവിടെ അടുക്കൽ വന്നവരെല്ലാം നിരാശിതരായി വിട്ടുപോയി. സഭയ്ക്കകത്ത് വലിയ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, വല്ലാത്ത അവസ്ഥയായി. സ്തോത്രം. പലരും ആമേൻ അവർ സഭ വിട്ടുപോകത്തക്കോണം നാശത്തിലേക്കും തകർച്ചയിലേക്കും പോയി. ആരും പറഞ്ഞു കൊടുക്കാനില്ല, ഒരു കാഴ്ചപ്പാടില്ലാതായി പോയി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു ദൈവദാസൻ അവിടെ വന്നു. അദ്ദേഹം ശക്തനായി കർത്താവിനെ ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ സഹോദരി എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. എഴുന്നേറ്റിരുന്നു. ഉടനെ ആ ദൈവദാസൻ പറഞ്ഞു, നിന്നെ ദൈവം ഇതുപോലെ കാഴ്ചപ്പാട് കാണിച്ചുകൊണ്ടിരുന്നതാണ്, നിനക്ക് ദൈവം വിഷൻസ് തന്നുകൊണ്ടിരുന്നതാണ്, നീ ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരുന്നവളാണ്. എന്നാൽ പെട്ടെന്ന് നിനക്ക് അത് നിന്നുപോയി. എന്താണെന്ന് മനസ്സിലായോ? ഇതാ സംഭവം എന്ന് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. അവൻ ഇങ്ങനെ പിന്നിൽ അയക്കപ്പെട്ടിരിക്കുന്ന ദുരാത്മാക്കളുണ്ട്. ഇന്ന് ദൈവം അതിനെ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. നിന്റെ വീട്ടിനകത്ത് ഇങ്ങനൊരു ഈവിൾ പോർട്ടലുണ്ട്, പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അതൊരു മിററാണെന്ന് പറഞ്ഞു. ആ ദേവദാസൻ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചു, ബ്രേക്ക് ചെയ്തു. അന്ന് പകൽ അവൾ ഓടി, ആരാധന കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് നോക്കി കഴിഞ്ഞപ്പം ഒരൊറ്റ മിററേ ഉള്ളൂ. അത് അവിടെ അമ്മ സ്നേഹത്തോടെ അവൾക്ക് കൊടുത്ത ആ മിറർ. എന്തോ ചെയ്യും? സ്തോത്രം. ഇതല്ലായിരിക്കും, വേറെ ഏതെങ്കിലും ആയിരിക്കും വിചാരിച്ച് ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ ദൈവാത്മാവിടെ ഹൃദയത്തിൽ പറഞ്ഞു, നോ നോ. ദൈവദാസൻ പറഞ്ഞു, ഇത് തന്നെയാ, ഇത് തന്നെ, ഇത് തന്നെ. അവൾ പറഞ്ഞു, കർത്താവേ, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ച് എനിക്ക് തന്നത്, ഇതിന്റെ രഹസ്യം എന്താ എനിക്കറിയത്തില്ല. സ്തോത്രം. എൻ്റെ കല്യാണത്തിന് എനിക്ക് തന്നതാ, മറ്റാരും തന്നതല്ല. പക്ഷെ ദൈവാത്മാ പറഞ്ഞു, നീ അത് നീക്കണം. ശക്തമായിട്ട് ഇടപെടാൻ തുടങ്ങി. അതിനെ വലിച്ച് പൊക്കിയെടുത്ത് രണ്ടുപേരും കൂടെ കൂടി വെളിയിൽ കൊണ്ട് കളഞ്ഞപ്പോൾ തന്നെ മുറിക്കകത്തൊരു വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങി. വീണ്ടും നഷ്ടപ്പെട്ടു പോയ ഒരു തേജസ്, ആമേൻ, ഒരു സാന്നിധ്യം അവിടെ വെളിപ്പെടുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്തു. സ്തോത്രം. ആമേൻ. അവരെല്ലാം കൂടെ കൂടി അതിനെ തല്ലിപ്പൊട്ടിച്ച് അതെല്ലാം കത്തിച്ച് കളഞ്ഞു. വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ രാത്രി മുതൽ അത് തിരിച്ചു വന്നു. ഈ സമയത്ത് ഈ ദുരാത്മാവിനെ അയച്ചതായ സ്ത്രീക്ക് തിരിച്ചടിച്ചിട്ട് അത് വേദന കൊണ്ട് അവൾ പൊളയാൻ തുടങ്ങി. അവൾക്ക് മനസ്സിലായി, അടി തിരിച്ചു വന്നിട്ടുണ്ട്, അത് ബ്രേക്ക് ആയിട്ടുണ്ട്. ഞാൻ പറയാം, ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം മാത്രമാണ് ടച്ച് ചെയ്യുന്നത്. ആമേൻ, ആമേൻ. സ്തോത്രം. വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും ഈ മിററെല്ലാം തല്ലിപ്പൊട്ടിക്കരുത്. അങ്ങനല്ല. നമ്മുടെ വിഷയം എന്താണെന്ന് ദൈവത്തോട് ചോദിക്കണം. കർത്താവിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു തരും. ഒരു പക്ഷേ അതാണെങ്കിൽ ആമേൻ, എണ്ണയെടുത്ത് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട്, ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ മുറികളിൽ അങ്ഷൻ ചെയ്യണം, തളിക്കണം, പുരട്ടി പ്രാർത്ഥിക്കണം, അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. നിങ്ങളുടെ കണ്ണാടികളിൽ പുരട്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ രക്തം പുരട്ടി പ്രാർത്ഥിക്കണം. അതെന്തുമാകാം, ഏത് ഒബ്ജക്റ്റും ആകാം. ഒരു സാധനത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കത് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞാനൊരു വാക്യം മാത്രം ഒന്ന് പറയാം, അത് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ക്രോണിക്കിൾസ്, 1 ദിനവൃത്താന്ത പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. 1 ദിനവൃത്താന്ത പുസ്തകം 14 അതിൻ്റെ 12-ാമത്തെ വാക്യം. എന്നാൽ അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ വിട്ടേച്ചു പോയി, അവയെ തീയിലിട്ട് ചുട്ടുകളവാൻ ദാവീദ് കൽപ്പിച്ചു. ബാൽ പെരാസീം എന്ന് പറയുന്ന സ്ഥലത്ത് അതെ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാൻ ദാവീദ് ചെല്ലുന്നു. ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്തോ ചെയ്യണം? യുദ്ധം ചെയ്യണോ? കർത്താവ് പറഞ്ഞു, യുദ്ധം ചെയ്യണം, ഇന്ന് നിനക്കൊരു വിടുതലുണ്ട്. പക്ഷെ യുദ്ധം ചെയ്ത് ജയമെല്ലാം കിട്ടി തിരിച്ചു വരുമ്പോൾ ഈ ഫെലിസ്ത്യന്മാർ ഒരു പണി കാണിച്ചു. തങ്ങൾ ഓടിപ്പോകുന്ന കൂട്ടത്തിൽ അവരുടെ കയ്യിലിരുന്ന ദേവന്മാരെയൊക്കെ അവിടെ ഇട്ടേച്ചു പോകുന്നു. അത് തടി കാണും, ഇരുമ്പ് കൊണ്ടുള്ള അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടുണ്ടാക്കിയത് കാണും, അതല്ലെങ്കിൽ കല്ല് കൊണ്ടുണ്ടാക്കിയൊക്കെ കാണും. പക്ഷെ ഇതെന്താണ്? ദേവന്മാരാണ്. അവരുടെ ആഭിചാര പ്രവർത്തികൾ അതിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. യുദ്ധം ചെയ്യുന്നിടത്ത് ഈ ദേവന്മാരെ കൊണ്ടുപോകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അതിനകത്തൊരു മർമ്മമുണ്ട്. ഫെലിസ്ത്യർക്കറിയാം. അടുത്ത വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അവർ വീണ്ടും തിരികെ വന്നു. അത് തിരിച്ചു വരാൻ വേണ്ടിയുള്ള വാതിലായിട്ട് ഇതിനെ വെച്ചിരിക്കുകയായിരുന്നു.
ആ ഓടിപ്പോയ കൂട്ടത്തിൽ ഓടുകയാണല്ലോ എന്ന് വിചാരിച്ചു. എല്ലാവരും സന്തോഷിച്ചു, ജയം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ദാവീദും കൂട്ടരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇട്ടേച്ച് പോകുന്നു. ചെറിയ ചെറിയ സാധനം ഇട്ടേച്ച് പോകുന്നു. അത് തിരിച്ചവർക്ക് വരാൻ വേണ്ടിയുള്ള പൈശാചികമായ ഓരോന്ന് ഇംപ്ലാന്റ് ചെയ്തിട്ട് പോകുമായിരുന്നു. ദാവീദ് തൻ്റെ കൂട്ടരോട് പറഞ്ഞു, അതിനെ എല്ലാത്തിനും കണ്ടുപിടിക്കണം. മൈൻ ഇട്ടേച്ച് പോകുന്ന പോലെ മുഴുവനെണ്ണത്തിനെ പറക്കണം, പറക്കിയിട്ട് കൊണ്ടുപോയി കത്തിക്കണം. അങ്ങനെ അവർ കത്തിച്ചു. അതുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിലൂടെ അവർക്ക് കയറാൻ പറ്റിയത്. സ്തോത്രം. തൽക്കാലം വിടുതലായല്ലോ എന്ന് വിചാരിക്കരുത്. ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു, ഒരു സമാധാനമായല്ലോ എന്ന് വിചാരിക്കരുത്. അവർ ഇട്ടേച്ച് പോകുന്ന ചില സാധനമുണ്ട്. ആ ഓബ്ജക്റ്റിനകത്തൂടെ ആ പോർട്ടലുകൾ ഓപ്പൺ ആകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് അത് ചെയ്തത്. ആമേൻ. ആ ദേവന്മാരെ കത്തിച്ചു കളഞ്ഞു. ആമേൻ. ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന സാധനം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതായിരിക്കാം. പക്ഷേ ഇതിനു മുമ്പ് ഇത് ആരെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, എവിടെയാണ് നമുക്കറിയില്ല. അതുകൊണ്ട് അതിനെ യേശുവിൻ്റെ രക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കണം. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ആ ഭാഗം തൊട്ട് തുടങ്ങിയതേ ഉള്ളൂ. ആമേൻ. വാസ്തവത്തിൽ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി ഒത്തിരി കെട്ടുകൾ അടിയും യേശുവിൻ്റെ നാമത്തിൽ. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള, വളരണമെന്ന് ആഗ്രഹമുള്ള, കൃപ പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ള, കൃപയിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ള, അഭിഷേകത്തിന്റെ തലങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ദൈവദാസന്മാർ, ദൈവകുഞ്ഞുങ്ങൾ, ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഒരു നാമധേയ ക്രൈസ്തവന് വേണ്ടിയുള്ള ദൂതല്ല ഇത്. ഇത് തീ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൂത. ഇത് പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ വേണ്ടിയുള്ളവർക്ക് വേണ്ടിയുള്ള ദൂത. സ്തോത്രം. അടുത്ത തലങ്ങളിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൂത. അവൻ നിന്നെ മോണിറ്റർ ചെയ്യുന്ന സ്പിരിറ്റിനെ ബൈൻഡ് ചെയ്യണം. അവൻ നിന്റെ വീട്ടിനകത്തുള്ള വിഷയങ്ങളുടെ മേൽ ജയം പ്രാപിക്കണം. നിന്റെ തലമുറകളുടെ മേൽ നോട്ടം വെച്ചിരിക്കുന്നതിനെ, നിന്റെ കുടുംബത്തിലെ പങ്കാളിയെ നോട്ടം വെച്ചിരിക്കുന്നതിനെ, നിന്റെ മേൽ നോട്ടം വെച്ചിരിക്കുന്നതിനെ, അവൻ നിന്റെ റുട്ടീൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നിൽക്കുന്നതിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്യട്ടെ. പാമ്പുകളെയും തേളികളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ട് വന്നിരിക്കുന്ന അധികാരത്തിൽ അവയെ ഞങ്ങൾ ചാവിട്ടി ഒതുക്കുന്നു. ആനങ്ങി പോകരുത്, തകർന്നു പോ പിശാചേ. ഇന്ന് രാത്രി മുതൽ ആമേൻ ദൈവമക്കളുടെ കണ്ണുകൾ തുറന്നു വരുന്നു. ഇന്ന് രാത്രി മുതൽ പ്രൊഫറ്റിക് അട്ടറൻസസ് ഉണ്ടാകുന്നു. ഇന്ന് രാത്രി മുതൽ വചനങ്ങൾ വെളിപ്പെട്ടു തുടങ്ങുന്നു. ഇന്ന് രാത്രി മുതൽ വെപ്രാളങ്ങൾ മാറി സമാധാനം ഉണ്ടാകുന്നു. ഇന്ന് രാത്രി മുതൽ അധികാരം തിരിച്ചു വരുന്നു. ദൈവിക സമാധാനങ്ങൾ തിരിച്ചു വരുന്നു. അഭിഷേകം തിരിച്ചു വരുന്നു. കൃപ വെളിപ്പെടുന്നു. ശക്തി തിരിച്ചു വരുന്നു. യേശുവിൻ നാമത്തിൽ. ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന, ഞങ്ങളെ റുട്ടീൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന എല്ലാം ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിന്റെ രഹസ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കും. സാത്താന് ഇടം കൊടുക്കരുത്. സ്വർഗപിതാവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൂതിനായി സ്തോത്രം. കർത്താവിന് ഇടം കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. സാത്താൻ ഇടം കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് അല്പാൽപമായി ദൈവത്തിന് ആത്മാവ് മനസ്സിലാക്കി തരുന്ന അനുസരിച്ച്, സംസാരിച്ച ദൂതനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കുന്നു. കർത്താവെ, വീണ്ടും ഞങ്ങളോട് സംസാരിക്കണമേ. ഈവിൾ പോർട്ടൽസിനെ എല്ലാം കർത്താവെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഓരോന്നോരോന്നായി ഞങ്ങൾ ക്ലോസ് ചെയ്യും. അതിനായി ഞങ്ങളെ സഹായിക്കണം. ഈ ദൂത് ചെന്നെടുത്തെല്ലാം ചെല്ലട്ടെ. വേണ്ടാത്തടത്തെങ്കിലും അത് കേൾക്കരുത്. അരുതാത്തവരൊന്നും ഇത് കേൾക്കരുത്, കാണരുത്. യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്ര ചെയ്യുന്നു. ഇത് ദൂത് സഭകൾക്കകത്ത് വാദിച്ച് പ്രവർത്തിക്കട്ടെ. വിടുതലുകളും ഉണർവുമായി തീരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണമാകട്ടെ. ആമേൻ. മന്ദീഭവിച്ചു പോയ ദൈവസഭ തിരിച്ചു വരട്ടെ. ഹല്ലേലൂയ. കൃപകളിൽ നിന്ന് മന്ദീഭവിച്ചു പോയ ദൈവദാസി ദാസന്മാർ എഴുന്നേറ്റ് വരട്ടെ, മടങ്ങി വരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് വാഴ്ത്തുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ മീറ്റിങ്ങിന് വേണ്ടി, ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ആമേൻ. കർത്താവിനത്തോളം പ്രാർത്ഥന കണ്ട് നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിനടന്ന പരിശുദ്ധാൻ കൂട്ടായ്മയും കാവലും നമ്മോടും നമ്മെ പരിശുദ്ധാൻ ഓർപ്പിച്ച എല്ലാ വചനങ്ങളോടുകൂടിയും ഇന്നും എന്നേക്കും കർത്താവ് രണ്ടാമത്തെ മടങ്ങി വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കർത്താവിന്റെ കുഞ്ഞാടിന് മഹത്വം വരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. താങ്ക് യു സോ മച്ച്.